എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതി തന്റെ മകന്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ പറയാണ്. മോനെ, 10 ലക്ഷം രൂപയാണ് അമ്മ ഇറക്കി കളിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം വെച്ചാൽ അവൾ ആ കാശ് തിരികെ തന്നില്ലെങ്കിൽ പിന്നെ ഞാനും നീയും ഒക്കെ പെരുവഴിയിലാകും എന്നുള്ള കാര്യം പറയുമ്പം സുധിയാണെങ്കിലോ വളരെ തന്ത്രപൂർവ്വം ചന്ദ്രമതിയെ മെരുക്കുകയാണ്. അതെ അമ്മേ, ഈ സ്പായുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് നിസ്സാര ബിസിനസ് ഒന്നും അല്ല. അത്യാവശ്യം നല്ല ലക്ഷങ്ങൾ തന്നെ സമ്പാദിക്കാൻ സാധിക്കുന്ന ബിസിനസ്സാണ്. അപ്പം അവൾ അമ്മയോട് 3 മാസത്തെ കാലാവധിയാണല്ലോ പറഞ്ഞത്. അതിനുള്ളിൽ തന്നെ അവൾക്ക് പൈസ തിരികെ തരാൻ സാധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവൾ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കാര്യം അവളെ കണ്ടാലേ അറിയാമല്ലോ. സ്മാർട്ടുമാണ്. അതുകൊണ്ട് വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡോളറിന്റെ ഒഴുക്കായിരിക്കും എന്നൊക്കെ പറയുമ്പം ചന്ദ്രയുടെ കണ്ണ് മഞ്ഞളിച്ചു. അപ്പം മോനെ, നീ പറഞ്ഞത് ശരിയാണോ? ഇനിയിപ്പം നടന്നില്ലെങ്കിലോ എന്ന് ഇങ്ങനെ ഒരു സംശയം ചന്ദ്ര പ്രകടിപ്പിക്കുമ്പം സുധി പറയുന്നുണ്ട്, അമ്മേ ഇനി അവളുടെ ബിസിനസ്സിൽ അതിലേക്ക് ഞാനും ഇറങ്ങുകയാണ്. അപ്പൊ ഇത് കേട്ട് ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ചന്ദ്രമതി പറയുന്നുണ്ട്, അല്ല മോനെ, നീ ഇത്രയൊക്കെ പഠിച്ച് ഡിഗ്രി ഒക്കെ എടുത്തിട്ട് ഇനിയിപ്പോ നീ ആൾക്കാരുടെ കൈയും കാലും ഒക്കെ തിരുമാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പം, അമ്മേ അതങ്ങനെ നിസ്സാരമായിട്ട് കാണിയൊന്നും വേണ്ട. എന്തായാലും ലക്ഷങ്ങൾ തന്നെ സമ്പാദിക്കാൻ സാധിക്കും. ഞങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കിനും അത്യാവശ്യം നല്ല പണക്കാരാകുമെന്നൊക്കെ പറയുമ്പം ചന്ദ്രമതി അതെല്ലാം വിശ്വസിക്കുകയാണ്. അപ്പൊ മോൻ പറഞ്ഞതുപോലെ തന്നെ മോൻ കോടീശ്വരനാകും. അങ്ങനെ ആകുമ്പോ പിന്നെ അമ്മയുടെ കടമൊക്കെ തീർക്കാൻ സാധിക്കുമല്ലോ. സച്ചിയുടെ മുന്നിലേക്ക് ആ പൈസയും കൂടെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി എന്നും പറഞ്ഞ് ചന്ദ്രമതി അവിടെ നിന്ന് പോരുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചിയും രേവതിയും കൂടി യാത്ര ചെയ്യാണ്. അപ്പം വഴിയിൽ വെച്ച് നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ മോനും കൂടി വണ്ടിയിൽ കയറുക കേട്ടോ. ഇവർ കയറിയ പാടെ തന്നെ പെട്ടെന്ന് തന്നെ ആ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ചെറുക്കനൊന്ന് വീഴാൻ പോകുമ്പോൾ നമ്മുടെ സച്ചി കയറി കൊച്ചിനെ പിടിക്കുകയാണ്. ഇപ്പൊ പിടിച്ചില്ലായിരുന്നു മോൻ വീണേനെന്നും പറഞ്ഞ് പിടിക്കുമ്പം സച്ചിയോട്, അങ്കിളെ താങ്ക്സ് ഉണ്ട് കേട്ടോ, ഞാൻ വീഴാൻ പോയപ്പോ അങ്കിൾ എന്നെ പിടിച്ചില്ലേ. നീ കൊള്ളാലോടെ ചെക്ക, എന്താ നിന്റെ പേരെന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. ഉടനെ തന്നെ എൻ്റെ പേര് ആദ്യ എന്നാണ്, എൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്നുള്ള കാര്യമൊക്കെ കൊച്ചു പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിക്കൊടുത്തു കേട്ടോ. അപ്പം അമ്മ ഇവിടെ ഇരുന്നോ, ഞാൻ അപ്പുറത്തെ സീറ്റിൽ ഇരുന്നോളാന്നും പറഞ്ഞാണ് സച്ചി മാറിക്കൊടുത്തത്. അപ്പൊ ദാ നമ്മുടെ ശ്രുതിയുടെ അമ്മയും രേവതിയും കൂടി ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പം ഈ ആദ്യക്കുട്ടനാണെങ്കിലോ നമ്മുടെ രേവതിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് അടുക്കുകയാണ്. അപ്പം മോൻ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ചേച്ചിയുടെ പേരെന്താണ്, ചേച്ചി ഏത് നാട്ടിൽ നിന്ന് വരികയാണ് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പം നമ്മുടെ സച്ചിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കേട്ടോ. അല്ല മോനെ, മോന്റെ അച്ഛനും അമ്മയൊക്കെ എന്തേ, മോൻ ഇതാരാ, മോന്റെ അമ്മുമ്മയാണോ എന്ന് ചോദിക്കുമ്പം, ഇതെന്റെ അമ്മുമ്മയാ, അച്ഛനും അമ്മയൊന്നും എനിക്കില്ല, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി എന്നുള്ള കാര്യം കൊച്ചു പറയുമ്പം നമ്മുടെ സച്ചിയാണെങ്കിൽ സച്ചിയുടെ ചെറുപ്പകാലം ആലോചിക്കുകയാണ്. അവനും അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിട്ടും ഇല്ലാത്തതുപോലെ തന്നെയാണല്ലോ ജീവിച്ചത്. തൻ്റെ അച്ഛമ്മയോടൊപ്പം അച്ഛമ്മയുടെ തണലിലാണ് സച്ചി കഴിഞ്ഞത്. ഈ കാര്യങ്ങളെല്ലാം സച്ചി ഇങ്ങനെ അവരോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കിനും, മോനെ എനിക്കൊരു മോള് കൂടിയുണ്ട്, അവളാണ് ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, അവൾ ദൂരസ്ഥലത്താ ജോലി ചെയ്യുന്നത് എന്നൊക്കെ ഈ അമ്മ പറയാണ്. പക്ഷേ ശ്രുതിയാണ് എന്നുള്ള കാര്യമൊന്നും ആർക്കും അറിയില്ലല്ലോ. ഇവര് തങ്ങളിൽ അറിഞ്ഞു കഴിഞ്ഞാലല്ലേ ഗംഭീര ട്വിസ്റ്റ് ആകുള്ളൂ. അങ്ങനെ അവർ യാത്ര ചെയ്തു പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ചന്ദ്രമതിയും അതുപോലെ തന്നെ നമ്മുടെ രവിയും ഭാമയും എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ എത്തുകയാണ്. അപ്പം ശ്രുതിയുടെയും വിവാഹത്തിന്റെ മുഹൂർത്തം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ക്ഷേത്രത്തിൽ വരുന്നത്. വന്ന പാടെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വേറെ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ രവി ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്ര, വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുന്ന സമയം പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരണമല്ലോ, ഇവളുടെ കൂടെ എന്താ ആരും വരാത്തേന്ന് ചോദിക്കുമ്പം, അത് അവളുടെ ഡാഡി മലേഷ്യയിലല്ലേ, പുള്ളിക്കാരൻ ഭയങ്കര തിരക്കുള്ള ആളാ, പിന്നെ അവൾക്ക് അമ്മ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ആരും വരാത്തത്, കല്യാണം ആകുമ്പോഴത്തേക്കിനും അവളുടെ അച്ഛൻ വന്നോളും, നിങ്ങളൊന്ന് അടങ്ങ് എന്നും പറഞ്ഞ് ചന്ദ്ര അങ്ങോട്ട് ഭാമയും കൂട്ടി പോവാണ്. അപ്പം ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് ഏതെങ്കിലും ഒരു ജോത്സ്യനെ പോയി കണ്ട് കുറിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ, നീ എന്തിനാ വെറുതെ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്? എടി, ഈ ക്ഷേത്രത്തിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ജോത്സ്യനുണ്ട്, അയാളെ കൊണ്ട് കുറിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റില്ല, കാര്യങ്ങൾ അത്ര വിധം നല്ല രീതിയിലാണ് അയാൾ ഗ്രഹിച്ച് പറയുക എന്ന് പറയുമ്പം എന്നാ കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ശ്രുതിയാണെങ്കിലോ ശ്രുതിയെ കണ്ടു, നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് തന്നെയാണ് ശ്രുതി വന്നിരിക്കുന്നത്. അപ്പം കൊള്ളാട്ടോ, ഡ്രസ്സൊക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം കൂട്ടുകാരി ശ്രുതി ഇങ്ങനെയൊക്കെ നാണിച്ചു നിൽക്കുന്ന കാണുമ്പം കളിയാക്കുക കേട്ടോ. അപ്പൊ ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ശ്രുതിയെ അടച്ചൊന്ന് പിടിച്ചപ്പം ആ പിടുത്തം നമ്മുടെ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അവള് പറയുന്നുണ്ട്,
നിങ്ങൾ എന്ത് മനുഷ്യനാ ഇത്? ഒരാളിങ്ങനെ നിൽക്കുമ്പം അയാളെ പേടിപ്പിച്ചുകൊണ്ടാണോ വന്ന് പിടിക്കുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ചോദിക്കുമ്പം അതെ, അത് ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. അല്ല സുധി, ഇത് ആരാണെന്ന് സുധിയോട് ചോദിക്കുമ്പം ഇതെൻ്റെ അനിയനാണ്, എൻ്റെ ശ്രീകാന്താണ് എന്നുള്ള കാര്യമൊക്കെ സുധി പറയുമ്പോഴത്തേക്കിനും ഓ സോറി കേട്ടോ, എനിക്കറിയില്ലായിരുന്നു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാണ് എന്ന് പറയുമ്പം കൂട്ടുകാരി അങ്ങ് കയറി ചാടി വീഴുകയാണ്. അതെ, ഇതാണോ ആ ഷെഫാണെന്ന് പറഞ്ഞ ആള്? ആഹാ, അപ്പം ഇപ്പൊ എന്താ പരിപാടി? ഞാൻ ദാ പുതിയൊരു കടയൊക്കെ തുടങ്ങാനുള്ള പ്ലാനിങ്ങിലാണെന്നൊക്കെ പറയാണ് ശ്രീകാന്ത്. അപ്പം ദേ ശ്രുതി, നീ ലക്കിയാണ്, നിനക്ക് നല്ല നല്ല ഫുഡൊക്കെ കിട്ടുമല്ലോ. അല്ല, ചേച്ചിയുടെ അച്ഛൻ മലേഷ്യയിൽ എവിടെയാന്നാ പറഞ്ഞേ? അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ശ്രുതി ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. മലേഷ്യയിൽ പോയിട്ടില്ലല്ലോ, മലേഷ്യ എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ലേ ശ്രുതിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്ഥലപ്പേര് ചോദിക്കുമ്പോഴത്തേക്കിനും വട്ടം കറങ്ങുമ്പോഴത്തേക്കിനും കൂട്ടുകാരി ഒരുവിധം പറഞ്ഞൊപ്പിക്കുക. പക്ഷേ ഇവളുടെ ഈ ഒരു നടപടിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രവിയുടെ ഉള്ളിൽ സംശയം ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ രവി ആണെങ്കിലോ സുധിയെ പതിയെ വിളിക്കുക. സുധിയെയും വിളിച്ചു, ചന്ദ്രയെയും വിളിച്ചു. രണ്ടുപേരും ഇങ്ങ് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് രണ്ടാളെയും മാറ്റി നിർത്തി സംസാരിക്കുമ്പോഴത്തേക്കിനും എന്താ അച്ഛാ വിളിച്ചതെന്ന് സുധി ചോദിക്കുമ്പോൾ മോനെ, നീ ഒരു തവണ അച്ഛനിട്ടൊരു പണി തന്നിട്ടാണ് മുങ്ങിയത്. അന്നും അച്ഛൻ നിന്റെ തീരുമാനവും അഭിപ്രായവും ഒക്കെ ചോദിച്ചു തന്നെയാണ് കല്യാണം നടത്തിയത്. ഇത് നിനക്ക് ഇവളെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ നീ എസ് പറഞ്ഞത്? അല്ലെങ്കിൽ ഇതേ ഇപ്പൊ തുറന്ന് പറഞ്ഞേക്കണം, ഇനി ഒരു തവണ കൂടി നാണം കെടാൻ അച്ഛന് പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും സുധി പറയാ, അച്ഛാ അന്ന് അച്ഛൻ എനിക്ക് കൊണ്ടുവന്ന ബന്ധമെന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും ഞാനുമായിട്ട് പൊരുത്തപ്പെടാത്തൊരു പെണ്ണായിരുന്നു, അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ടാണ് അന്ന് സംഭവിച്ചത് അങ്ങനെയൊക്കെ. പക്ഷെ ഇത്തവണ അങ്ങനെയൊന്നും നടക്കില്ല, എനിക്ക് ഇവളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ മനുഷ്യ ഇവനിങ്ങനെ പേടിപ്പിക്കുന്നത്? അവൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താ പ്രശ്നമെന്നും പറഞ്ഞ് ചന്ദ്രയാണെങ്കിൽ സുധിയെയും കൂട്ടി അവിടുന്ന് പോവുകയാണ്. അപ്പൊ അതാ തിരുമേനി വന്നു. തിരുമേനി വന്ന സമയത്ത് നല്ലൊരു മുഹൂർത്തം തന്നെ തിരുമേനി നോക്കി ഇവരുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അപ്പം എന്തായാലും ഈ മാസം തന്നെ വിവാഹം നടത്തണമെന്നാണ് നമ്മുടെ ചന്ദ്രയുടെ നിർബന്ധം. അങ്ങനെ പറ്റിയ ഒരു മുഹൂർത്തമൊക്കെ കിട്ടി. രണ്ടുപേർക്കും നല്ല സന്തോഷമായിട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ഒരു പുതിയ കഥാപാത്രത്തെയാണ്. വർഷ എന്നാണ് ആളുടെ പേര്. മിക്കവാറും നമ്മുടെ ശ്രീകാന്തിന്റെ തലയിൽ കയറാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ പെണ്ണ് അവളൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിൽ ഡബ് ചെയ്യുന്ന സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും ലേറ്റായി തന്നെയാണ് പോകുന്നത്. അപ്പൊ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നുണ്ട്, മോളെ ഇന്നെങ്കിലും ഒന്ന് നേരത്തെ ചെല്ലുവോ, നിന്റെ സാറ് മിക്കവാറും നിന്നെ ഇന്ന് പൊരിക്കും. അതൊന്നും കുഴപ്പമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയോ മോളെ, കല്യാണക്കാരിയൊക്കെ നോക്കിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം എന്റെ ചെക്കനെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം എന്നും പറഞ്ഞ് പുള്ളിക്കാരിയാണെങ്കിൽ സ്കൂട്ടിയൊക്കെ എടുത്ത് പറന്നങ്ങ് വെച്ച് പിടിക്കുകയാണ്. അപ്പൊ ഈ സമയത്താണെങ്കിലോ ഇവരുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ രവി വരുന്നത്. രവി വന്ന പാടെ തന്നെ നമുക്ക് ആൾക്കാരെ പിടികിട്ടുന്നത് എന്നാന്ന് വെച്ചാല് രവിയുടെ റിട്ടയർമെന്റ് സമയത്ത് സച്ചി ഒരു സാറിനെ പിടിച്ചങ്ങ് അച്ചടിച്ചായിരുന്നല്ലോ, ആ സാറിന്റെ വീടാണ്, സാറിന്റെ മോളാണ് അവിടെ നിന്ന് ആ പെങ്കൊച്ച്. അപ്പം സാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് രവി പറയുന്നുണ്ട്, സാറേ എനിക്ക് സാറിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അല്ല രവി, ഓഫീസിലെ കാര്യങ്ങൾ ഓഫീസിലല്ലേ സംസാരിക്കേണ്ടത്, ഇതെന്റെ വീടാണ്, ഇങ്ങോട്ട് വരാൻ രവിയോട് ആരാ പറഞ്ഞത്? സാറിനെയാണ് ഓഫീസിൽ 1-2 തവണ വന്നായിരുന്നല്ലോ, വന്ന സമയത്തൊക്കെ സാറ് തിരക്കിലായിരുന്നു, വീട്ടിലാകുമ്പോൾ സാറ് തിരക്കിലല്ല, അതുകൊണ്ട് എൻ്റെ പെൻഷന്റെ കാര്യം എന്തായെന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പം പുള്ളിക്കാരൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരികയാണ്. പുള്ളിക്കാരി വന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ മകൻ സച്ചി അന്ന് ചെയ്തത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. എൻ്റെ ഭർത്താവിനെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. എൻ്റെ ഏട്ടനെ നാണം കെടുത്തി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഞാൻ സഹിക്കില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമാണ് തൻ്റെ പെൻഷൻ തരാതെ തടഞ്ഞു വെച്ചിരിക്കുന്നത്. തൻ്റെ മകൻ വന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാല് പിടിച്ച് കരയണം, അപേക്ഷിക്കണം, എന്നാൽ മാത്രമേ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തനിക്ക് കിട്ടുള്ളൂ എന്നുള്ള കാര്യം ഇവർ മുഖത്തടിച്ച പോലെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അതാണെങ്കിൽ ഒരിക്കലും അത് നടക്കില്ല. എൻ്റെ മകൻ വന്ന് നിങ്ങളുടെ ഭർത്താവിന്റെ കാല് പിടിച്ചിട്ട് ഒരിക്കലും എനിക്ക് ആ പണം വേണ്ട, ഞാൻ ന്യായമായ രീതിയിൽ പോയതും സമ്പാദിച്ചതും ഒക്കെയാണ്, അതുകൊണ്ട് നെറുകെട്ട ഒരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അതിനെനിക്ക് അർഹതയുണ്ട്, എനിക്ക് ആ പണം മേടിച്ചെടുക്കാൻ അറിയാമെന്നും പറഞ്ഞ് രവിത അവരെ വെല്ലുവിളിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഈ കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഇനി അടുത്തൊരു റിലേഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സച്ചി എന്തായാലും മാപ്പ് പറയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.